മാളുവേട്ടന് ജീവനായിരുന്നു. ആരുവിൻ്റെ വാക്കുകൾ ജാനുവിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാക്കി. അതറിഞ്ഞെന്ന പോലെ ആരുവിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു. ആരു പറഞ്ഞു തുടങ്ങി മാളുവിനെ കുറിച്ച്. ഏട്ടത്തി ചിന്തിച്ച പോലെ മാളുവേച്ചി വല്യേട്ടൻ്റെ പ്രണയമൊന്നുമല്ല, ഏട്ടൻ്റെ കുഞ്ഞനുജത്തി. ഏട്ടൻ എം എ മുതൽക്ക് ഓഫീസിൽ ആക്റ്റീവായിരുന്നു. അപ്പോഴുള്ള വല്യേട്ടൻ്റെ പേയാണ് മാളുവേച്ചി. മാളവിക. ഞങ്ങൾക്കെല്ലാവർക്കും ആ ചേച്ചിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചേച്ചി ഒരു ഓർഫനാണ്, സ്നേഹതീരം. പൂർണ്ണമായും അതൊരു ഓർഫനേജ് ആണെന്ന് പറയാൻ കഴിയില്ല. 10-20 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ മുതിർന്ന കുട്ടിയാണ് ചേച്ചി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീടാണ് സാമ്പത്തിക പ്രശ്നം കാരണം അവരുടെ സ്പോൺസർ പിന്മാറിയത്. അതോടെ സ്നേഹതീരത്തെ അവസ്ഥ പരിതാപകരമായി. പുറമേ അറിയപ്പെടാത്ത സ്ഥാപനമായതുകൊണ്ട് പുതിയൊരു സ്പോൺസർ അവർക്ക് കിട്ടിയില്ല. അവസാനം തൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി അവരുടെ ചേച്ചിയമ്മ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ചേച്ചിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാൻ ആരുമില്ലല്ലോ. പിന്നെ ഗവൺമെൻറ്റായി നോക്കാമെങ്കിലും ടെസ്റ്റ് എഴുത്ത് കിട്ടാൻ വേണ്ടിയുള്ള ദീർഘമായ കാത്തിരിപ്പ്. അതുവരെ വീട്ടുജോലിക്ക് പോവുക അല്ലാതെ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ വീട്ടുജോലിക്കായി ആളെ വേണമെന്നറിഞ്ഞു ചേച്ചി അജുവേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അർജുൻ, ആദിദേവ്, കിരൺ സായ്. കോളേജിലെ റൗഡി ഗ്യാങ്. ചെറുപ്പം മുതൽക്കേ ഉള്ള കൂട്ടായിരുന്നു അവർ 3 പേരും. ഏട്ടനും കിച്ചേട്ടനും ബിസിനസ് തിരഞ്ഞെടുത്തപ്പോൾ അജുവേട്ടൻ ജേർണലിസമായിരുന്നു പ്രൊഫഷനാക്കിയത്. എന്നിരുന്നാലും എത്ര തിരക്കിനിടയിലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് യാതൊരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോയി. അജുവേട്ടൻ അമ്മ മാത്രമേ ഉള്ളൂ, ഒരു സാധു. അപ്പോഴാണ് മാളു ചേച്ചി അവിടെ ജോലി ചെല്ലുന്നത്. ചേച്ചി അജുവേട്ടൻ്റെ അമ്മയുമായി കട്ട കമ്പനിയായി. ജോലിക്കാരി എന്നതിന് പകരം മോളെ പോലെയായിരുന്നു അവർക്ക് ചേച്ചി. പിന്നെ എപ്പോഴോ ചേച്ചി അജുവേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്കിടയിൽ ഒരു കുഞ്ഞു സൗഹൃദം രൂപപ്പെട്ടു. അവിടുന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ചേച്ചി സ്നേഹതീരത്ത് അയച്ചു കൊടുക്കും. അല്പം പോലും സ്വന്തം ആവശ്യത്തിനെന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. ആദിയേട്ടനും കിച്ചേട്ടനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായതുകൊണ്ട് തന്നെ മാളു ചേച്ചി അവർക്കും പ്രിയമായിരുന്നു. വല്യേട്ടൻ എപ്പോഴും പറയും ചേച്ചിയെ കാണുമ്പോൾ എന്നെ പോലെ തോന്നുമെന്ന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചേച്ചിയുടെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അജുവേട്ടന് കിട്ടി. അത് ആദിയേട്ടനെ കാണിക്കുകയും പിറ്റേന്ന് തന്നെ ചേച്ചി ഏട്ടൻ്റെ PA ആയി വെച്ച് ശരിക്കും ചേച്ചി ക്വാളിഫൈഡ് തന്നെ ആയിരുന്നു. ആദ്യം കുറേ എതിർത്തെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ചേച്ചി ഓഫീസിൽ പോയി തുടങ്ങി. അപ്പോഴും അജുവേട്ടൻ്റെ അമ്മയുടെ നിർബന്ധം കാരണം തിരികെ സ്നേഹതീരത്തേക്ക് പോയില്ല. പഴയതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ചേച്ചി കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കി. ഇടയ്ക്ക് വെച്ച് ആദിയേട്ടൻ ചേച്ചി എവിടേക്ക് കൊണ്ടുവരും. പാവം, ഇവിടെയുള്ളവർക്ക് ഇഷ്ടമാകുമോ എന്ന് പേടിച്ചാ വരുന്നത്. അപ്പച്ചിക്കും അവരുടെ മോൾക്കും കെട്ടിയോനും ചേച്ചിയെ ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ ചേച്ചി ഇവിടുത്തെ അംഗം പോലെയായി. ഇടയ്ക്ക് അച്ചുവഴക്കുണ്ടാക്കും ചേച്ചി, ഏട്ടനെ കറക്കിയെടുത്തെന്നും പറഞ്ഞ്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടത്തോടെ ഞങ്ങളെ നോക്കും. പക്ഷേ ഒരിക്കൽ പോലും ആദിയേട്ടനോട് ചേച്ചി ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ അജുവേട്ടൻ മാളു ചേച്ചിയോട് പ്രണയമാണെന്ന് വല്യേട്ടനോടും കിച്ചുവേട്ടനോടും പറഞ്ഞു. അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അജുവേട്ടന് പേടിയായിരുന്നു മാളു ചേച്ചി തെറ്റിദ്ധരിക്കുമോ എന്നോർത്ത്. എങ്കിലും നവംബർ 25 ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് വല്യേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഓരോ ദിവസവും സന്തോഷം നിറഞ്ഞതായിരുന്നു. മിക്കപ്പോഴും മാളുവേച്ചി എനിക്കൊപ്പമായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കൂടുതലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്നേഹതീരത്തേക്ക് പോകുന്നത്. പിന്നെ എല്ലാ ഫ്രൈഡേയും ഈവനിങ് ഞാനും കുഞ്ഞേട്ടനും വല്യേട്ടനും ചേച്ചിയും അജുവേട്ടനും കിച്ചേട്ടനും എല്ലാവരും ഒരുമിച്ച് മാളിലും ബീച്ചിലുമൊക്കെ പോകും. മാളു ചേച്ചി കിച്ചേട്ടനെയും കുഞ്ഞേട്ടനെയും അജുവേട്ടനെയുമായി കളിയായി തല്ലുകൂടുമെങ്കിലും ആദിയേട്ടനോട് എപ്പോഴും പൂച്ചക്കുഞ്ഞിനെ പോലെയാണ്. എനിക്ക് കുഞ്ഞേട്ടൻ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് വല്യേട്ടൻ ചേച്ചിയുടെ ചേട്ടനായി കൊടുക്കുമോ എന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും. അത്രയ്ക്കിഷ്ടമാണ് ചേച്ചിക്ക് ഏട്ടനെ. അതുപോലെ തന്നെ തിരിച്ചും. ഏട്ടൻ എന്ത് വാങ്ങിയാലും 3 എണ്ണം വാങ്ങും, എനിക്കും കുഞ്ഞേട്ടനും പിന്നെ ചേച്ചിക്കും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. നവംബർ 25 മറക്കാൻ കഴിയാത്ത വേദന സമ്മാനിച്ച ദിവസം. ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായ ദിവസം. സ്നേഹതീരത്തെ കുട്ടികൾക്ക് അവരുടെ ചേച്ചിയമ്മയെ, അജുവേട്ടന് തൻ്റെ പ്രാണനെ, ആദിയേട്ടനും കിച്ചേട്ടനും അവരുടെ അനിയത്തിക്കുട്ടിയെ നഷ്ടമായ ദിവസം. ആരുവിൻ്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞു. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ നിർബന്ധിച്ച് പാർട്ടി വെച്ചു.
സ്നേഹതീരത്തെ കുട്ടികളെയും ഉൾപ്പെടുത്തി. ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. ഈവനിങ് ആയിരുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ബീച്ചിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാനായിരുന്നു അജുവേട്ടൻ്റെ പ്ലാന്. എന്നാൽ ബർത്ത്ഡേ ആയിട്ട് പോലും ചേച്ചി ഗ്ലൂമി ആയിരുന്നു. ഞാൻ കാരണം തിരക്കിയെങ്കിലും വ്യക്തമായൊരു മറുപടി ചേച്ചിക്കില്ലായിരുന്നു. എന്തോ നെഗറ്റീവ് ഫീൽ എന്ന പോലെ. പിന്നെ തിരക്കും മറ്റും കാരണം അത് വിട്ടുകളഞ്ഞു. പിന്നെ ഗിഫ്റ്റ് കൊടുപ്പും മറ്റുമായിരുന്നു. അപ്പോഴാണ് അവസാനമായി ഞങ്ങൾ മാളു ചേച്ചിയെ കണ്ടത്. പറഞ്ഞു നിർത്തി കുറച്ചു നേരം ആരും മൗനം പാലിച്ചു. അപ്പോഴേക്കും നേർത്തതേക്കാൾ ശക്തിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏട്ടത്തിക്കറിയോ, പ്രാണനെ പോലെ സ്നേഹിച്ചവളോട് തൻ്റെ പ്രണയം വെളിപ്പെടുത്താൻ ചെന്ന അജുവേട്ടൻ കാണുന്നത് ചോരയിൽ കുളിച്ച് ആരൊക്കെയോ പിച്ച് ചീന്തിയെറിഞ്ഞ മാളുവേച്ചിയെയാണ്. ഒരിറ്റ് ജീവൻ ബാക്കി വച്ചിരുന്നു. ഒരു നിമിഷം ഭൂനിശ്ചലമായ പോലെ സഹിക്കാൻ കഴിയുന്നില്ല. സമനില വീണ്ടെടുത്ത് അലറി കരഞ്ഞുകൊണ്ട് അജുവേട്ടൻ ചേച്ചിയെടുത്ത് കാറിലേക്ക് കയറി. ഒപ്പം ഞങ്ങളും. അപ്പോഴേക്കും തനിക്ക് മുന്നിൽ കണ്ടത് വിശ്വസിക്കാനാകാതെ തറഞ്ഞു നിന്ന ആദിയേട്ടനെ കരഞ്ഞുകൊണ്ട് കിച്ചുവേട്ടൻ ചേർത്ത് പിടിച്ചു. ഹോസ്പിറ്റലെത്തി ചേച്ചി ഐസുവിലേക്ക് മാറ്റാനാഞ്ഞ നിമിഷം ചേച്ചി അജുവേട്ടൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. തളരുന്ന ഇടറുന്ന ശബ്ദത്തോടെ, ഐ ലവ് യു അജു. പറയാതെ മയിൽപ്പീലി പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച പ്രണയം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ആ കൈകൾ അയഞ്ഞു. ശ്വാസം നിലച്ചു. ആരു? നേർത്തു പോയിരുന്നു ജാനയുടെ സ്വരം. ശരീരത്തിനും ഹൃദയത്തിനും ഒരുപോലെ തളർച്ച ബാധിച്ച പോലെ. ചേച്ചിയമ്മ, മാളവിക, മാളു, ഇനി വെറും ഓർമ്മ മാത്രം. ആരു? പതിഞ്ഞ സ്വരത്തിൽ ജാനു വിളിച്ചു. ആ ഏട്ടത്തി, ഐ എം ഓക്കെ. പിന്നീട് എന്ത് സംഭവിച്ചു? അജു എവിടെ? അറിയില്ല. കുറച്ചുനാൾ അജുവേട്ടായി ആരോടും സംസാരിക്കാനോ കാണാനോ കൂട്ടാക്കിയില്ല. അവസാനമായി അജു ചേട്ടനെ വലിയേട്ടനൊരു കത്തയച്ചിരുന്നു. അതിൽ നിന്നാണ് അറിഞ്ഞത് അവർ ഈ നാട് വിട്ടു പോയെന്ന്. സങ്കടം തോന്നിയിരുന്നു. അതിലുപരി ഇങ്ങനെയൊരു വാർത്ത മുന്നേ പ്രതീക്ഷിച്ചിരുന്നു. പറഞ്ഞു കഴിഞ്ഞതും അവിടെ നിശബ്ദത നിറഞ്ഞു നിന്നു. മൗനം അസഹ്യമായി തോന്നിയപ്പോൾ ജാനു തന്നെ തുടക്കം കുറിച്ചു. ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ മാളുവിനെ ഓർക്കെ എൻ്റെ ഉള്ളം നേറുന്നുണ്ട്. അതിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, സ്നേഹതീരത്തെ കുട്ടികളുടെ കാര്യം എന്തായി? അവരെ ക്രിസ്റ്റൽ വേൾഡ് ഏറ്റെടുത്തു. ആ, പക്ഷേ നിങ്ങളുടെ പപ്പയും രാവണനും തമ്മിൽ എന്താ പ്രശ്നം? സംശയത്തോടെ അതിലുപരി ആകാംക്ഷയോടെ ജാനു ചോദിച്ചു. അതെനിക്കും അറിയില്ല ഏട്ടത്തി. കുറെ ചൂണ്ടയിടാൻ നോക്കി, നോ രക്ഷ. ഇളിച്ചുകൊണ്ട് ആരു പറഞ്ഞു. തിരികെ അതിനും നന്നായി ചിരിച്ചു കാണിച്ച ജാനു. അല്ലാതെ എന്തു ചെയ്യാൻ? പറഞ്ഞിട്ട് കാര്യമില്ല. ആ രാവണനല്ലേ ആള്. തന്നോടെന്ന പോലെ ജാനു പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ, രാവണൻ. കുസൃതിയോടെയുള്ള ആരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് താൻ പറഞ്ഞത് അവൾ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായത്. അത് പിന്നെ ഒന്നും പറയണ്ട. ഏട്ടത്തിക്കറിയോ, മുത്തു ആദ്യേട്ടൻ അങ്ങനെയാ വിളിക്കുന്നേ. അതിൽ പരം ദേഷ്യം വേറൊന്നുമില്ല ഏട്ടന്. ആരു പറഞ്ഞപ്പോൾ ചുണ്ടുകൊട്ടി ജാനു. ഓ പിന്നെ, രാവണൻ കളിച്ച് നടക്കുന്ന നിന്റെ വല്യേട്ടൻ ശ്രീരാമൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പിരികമുയർത്തി ജാനു ചോദിച്ചു. അത് മറ്റൊരു സത്യം. നെടുവീർപ്പോടെ ആരു പറഞ്ഞു. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. വല്യേട്ടൻ എന്തിനാ ഡിവോഴ്സിന് 1 ഇയർ ടൈം ചോദിച്ചത്? താടിക്ക് കയ്യും കൊടുത്ത് ആര് ചോദിച്ചപ്പോൾ അതുവരെ സീതാദേവിയായി നിന്ന ജാനു ഭദ്രകാളിയായി. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നിന്റെ ഏട്ടൻ ആ രാവണൻ, അങ്ങേര് ഞാനുണ്ടല്ലോ. 1 വർഷം എന്നെന്താ ഉപ്പിലിട്ട് വെക്കാനാണോ? കാണിച്ചു കൊടുക്കാം ഞാൻ. പല്ലുകടിച്ച് ജാനു പറയുമ്പോൾ വാ പൊത്തി ചിരിച്ചു ആരു. ചേച്ചി? അപ്പുവിൻ്റെ ശബ്ദം കേട്ടാണ് ജാനു തിരിഞ്ഞു നോക്കിയത്. എന്താ അപ്പു? അതെ, ചേച്ചിയോട് ചിത്രമേഡം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ. 2nd ഫ്ലോർ സെൻട്രൽ ഹാളിൽ ഇരിക്കുവാണ് ചിത്രാമ്മ. സാരി മാറി ഒരു കുർത്തയും പലാസയും ധരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഗോൾഡൻ ചോപ്പർ കഴുത്തിലും കട്ടിക്കൂടിയ ഓരോ വളവീതം കൈകളിലും. സോഫയിലിരുന്ന് ഒരു എൻസൈക്ലോ മാഗസിൻ വായിക്കുന്നവരുടെ അടുത്തേക്ക് വന്നു ജാനു. വിളിച്ചിരുന്നോ? പതിഞ്ഞ സ്വരത്തിൽ ജാനു ചോദിച്ചു. ഇരിക്ക്, മുന്നിലേക്കുള്ള സോഫയിൽ കാണിച്ച് അവർ പറഞ്ഞു. ഇത്തവണ അവരുടെ സ്വരത്തിൽ നേർത്തതും കടുപ്പവുമില്ലെന്ന് അവൾക്ക് തോന്നി. ജാൻകി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ചിത്രാമ്മ വിളിച്ചു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. വിവാഹവേഷത്തിൽ മനസ്സിൽ വരനായി ഒരുവനെ കണ്ട് മറ്റൊരുവൻ്റെ താലിക്ക് തല താഴ്ത്തേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്ന വേദന, തനിക്ക് ചുറ്റും നടക്കുന്നതെന്തെന്നറിയാത്ത അവസ്ഥ,
അതിലുപരി നിസ്സഹാരായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ എല്ലാം സഹിക്കാൻ കഴിയുന്നതിലും അധികമാണ്. ആ വാക്കുകൾ കേൾക്കെ വിവാഹസമയം താൻ അനുഭവിച്ച സംഘർഷങ്ങളായിരുന്നു അവളുടെ ഉള്ളു നിറയെ. ബാക്കി കേൾക്കാനായി അവൾ മൗനം പാലിച്ചു. നനച്ചിരിക്കാത്ത നേരത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ തനിക്ക് ഭാര്യയായി വന്നവൾ. നിന്റെയും ആദിയുടെയും മനസ്സ് മനസ്സിലാകുന്നുണ്ട് എനിക്ക്. താഴെ സംസാരിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇത് സിനിമയോ സീരിയലോ ഒന്നുമല്ല. ജീവിതമാണ് താലി, സിന്ദൂരം. അതൊക്കെ വെറുതെയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം രണ്ടും പവിത്രമായത് തന്നെയാണ്. പക്ഷേ അതിന് പവിത്രത കൈവരണമെങ്കിൽ പരസ്പരമുള്ള ബന്ധവും വിശ്വാസവും ദൃഢമായിരിക്കണം. വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനും സ്വയം വിഡ്ഢിയാകാനുമാണെങ്കിൽ ഈ താലി വെറും ചരട് മാത്രമാണ്, സിന്ദൂരം ചുവന്ന പൊടിയും. സത്യമല്ലേ? താലിയും സിന്ദൂരവും അണിയിച്ചവനും അത് സ്വീകരിച്ചവളും ഒരുപോലെ ആഗ്രഹിച്ചാൽ മാത്രമല്ലേ അത് പവിത്രമാകുന്നുള്ളൂ. ഭർത്താവിൻ്റെ ആയുർരേഖയ്ക്കെന്ന പേരിൽ ചാത്തുന്ന സിന്ദൂരമുള്ളുകൊണ്ട് ആഗ്രഹിക്കാത്തതാണിൽ അതിനെന്തർത്ഥം? ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ലേ? അവിടെ എന്തിന് രണ്ട് നിയമം? സ്ത്രീയാണ്, ക്ഷമിക്കേണ്ടവളാണ് എന്ന് കരുതി സ്വന്തം ജീവിതമാണ്. ജാനിയുടെ മനസ്സ് ചിന്തകളാൽ ഉഴറി. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതും. പക്ഷേ ആദിയുടെ കാര്യത്തിൽ ഞാൻ സ്വയം തീരുമാനമെടുക്കാൻ കാരണം അവൻ്റെ വിവാഹം പൂർണ്ണ സമ്മതത്തോടെ നടന്നതല്ലെങ്കിലും നീ പോയാൽ മറ്റൊരുവൾ ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അവൻ എന്നെപ്പോലെ എനിക്കുറപ്പുള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ ആരും നിർബന്ധപൂർവ്വം ഇഷ്ടമല്ലാതെ നിങ്ങളെ ഒരു ചരടിൽ കൂട്ടിക്കെട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദിക്ക് വേണ്ടത് കുറച്ച് സമയവുമാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം അവൻ ഡിവോഴ്സിന് അനുകൂലമായി നിന്നേനെ. എന്തൊക്കെയോ അവൻ്റെ മനസ്സിൽ കരടായി ഉണ്ട്. അതിനെ മറികടക്കാനാണ് ഈ സമയം. ഇനി എനിക്കറിയേണ്ടത് നിന്റെ കാര്യമാണ്. അവനെപ്പോലെ ഇത് നിന്റെ ജീവിതം കൂടെയാണ്. നിനക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവാം, പ്രതീക്ഷകൾ ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് നിനക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട്. അംഗീകരിക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അവൻ ചോദിച്ച ഒരു വർഷം നിനക്ക് തുടരാം. അല്ലാതെ ഒരിക്കലും മറ്റാർക്കോ വേണ്ടി നീ ജീവിക്കരുത്. ഇതൊരിക്കലും ഒരു അവസാനമല്ല. അവനോടൊപ്പം മുന്നോട്ട് ജീവിക്കേണ്ടത് നീയാണ്. അവൻ നിന്റെ ഭർത്താവായിരിക്കാം, നീ അവൻ്റെ ഭാര്യയും എന്ന് കരുതി ഒരിക്കലും ഒരടിമ ഉടമ ബന്ധം ആണ് വിവാഹമെന്ന് കരുതരുത്. ഇരുവർക്കും തുല്യ പങ്ക് തന്നെയാണ്. ക്ഷമ, സഹനം, വിട്ടുവീഴ്ചയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി അത് മാത്രമല്ല ജീവിതം. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കുക. ഒന്നിൻ്റെ പേരിലും നിന്നെ ആരും നിർബന്ധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഇല്ല. കടമയാണെന്ന് കരുതരുത്, മറിച്ച് ജീവിതമാണ്, ജീവിക്കേണ്ടത് നീയും. ചിത്രാമ്മ പറഞ്ഞു നിർത്തുമ്പോൾ ജാനുവിൽ നിറഞ്ഞു നിന്നത് അവരോടുള്ള ബഹുമാനമായിരുന്നു. യാതൊരു ബന്ധവുമില്ലാഞ്ഞിട്ടും ഒരു തരി പോലും വേർതിരിവിന് കാണിക്കാത്തവരോട് ബഹുമാനമല്ലാതെ മറ്റെന്ത് തോന്നാൻ. ചിത്രാമ്മ പറഞ്ഞത് ഓരോന്നും ശരിയാണ്. പ്രതീക്ഷിക്കാതെ അതിലുപരി അർഹിക്കാത്തതാണ് ആദിയേട്ടൻ്റെ താലി. പക്ഷേ ആ നിമിഷം മുതൽ ഇന്നേ വരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെയാണ്. ചിത്രാമ്മ പറഞ്ഞതുപോലെ പെണ്ണാണെന്ന് കരുതി എല്ലാം സഹിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ച കാത്തിരിപ്പാണ്. ഒരു വർഷമോ അതിൽ കുറച്ചോ എന്നെ വേണ്ട എന്ന് പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ഒരിക്കൽ എന്നെ അംഗീകരിക്കുമെന്ന് എൻ്റെ വിശ്വാസമാണത്. എന്തുകൊണ്ടെന്നറിയില്ല, ആദിയേട്ടനെ വിട്ടു പോകാൻ ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി ഒരിക്കലും ഞാൻ ഏട്ടനൊരു തടസ്സമാകില്ല. കിതച്ചുകൊണ്ട് ജാനു പറഞ്ഞു നിർത്തുമ്പോൾ നേർത്ത ചിരി വിരിഞ്ഞു ചിത്രാമ്മയിൽ. എന്തു തന്നെയായാലും നീ ഒറ്റയ്ക്കല്ല ജാനി, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, അതോർത്തോളുക. പിന്നെ ഒരു കാര്യം കൂടെ, പകുതി പറഞ്ഞ ചിത്രാമ്മ നിർത്തുമ്പോൾ സംശയത്തോടെ നോക്കി ജാനി. നീ പറഞ്ഞില്ലേ അർഹതയില്ലെന്ന്? അതിന് വേണ്ട. ആദിയുടെ ജീവിതത്തിൽ നിനക്കുള്ള അർഹത ആര് ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ. ജാനിയുടെ ധാവണിക്കുള്ളിൽ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി വലിച്ച് പുറത്തേക്കിട്ടുകൊണ്ട്, ദേ ഈ താലി, ആദ്യം നിനക്ക് ചാർത്തി തന്ന ഈ താലിയാണ് നിന്റെ അർഹത, അവൻ്റെ ഭാര്യ എന്നുള്ള അർഹത. ചിത്രാമ്മ പറഞ്ഞു നിർത്തുമ്പോൾ സന്തോഷം കൊണ്ട് ജാനിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അമ്മ, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിക്കെ മനോഹരമായൊരു പുഞ്ചിരി ചിത്രാമ്മയിൽ തെളിഞ്ഞു. അന്നേരം അതിന് ശോഭ കൂടുതലായിരുന്നു. അതെ, അമ്മ തന്നെയാട്ടോ. അത് പറഞ്ഞുകൊണ്ട് ജാനിയെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ കാലങ്ങളായി തനിക്ക് നഷ്ടമായ അമ്മയുടെ വാത്സല്യം ആവോളം നുകർന്നവൾ
അന്നേരം ചിത്രാമ്മയിലും നിറഞ്ഞു നിന്നത് വാത്സല്യം തന്നെയായിരുന്നു. അപ്പം എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. എൻ്റെ മോനായോണ്ട് പറയില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്ന പ്രകൃതമാണ്. അതുകൊണ്ട് പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കരുത്, ഒപ്പത്തിനൊപ്പം വേണം. ഉപദേശം പോലെ ചിത്രാമ്മ പറഞ്ഞു. ഒരു കാര്യം കൂടെ, നീ അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവനൊപ്പം തന്നെ നിനക്കും അവനിൽ അവകാശമുണ്ട്. ഇനി പതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല, മാറി നിൽക്കേണ്ട കാരണവുമില്ല. അതിനാൽ ഇന്ന് തൊട്ട് നീ ഭാര്യ ജാനകിയായി തന്നെ മാറണം, അല്ലാതെ അവൻ്റെ PA അല്ല. അവനൊന്ന് പറഞ്ഞ അത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കണ്ട. നീ രണ്ട് പറയണം. അവൻ പൂർണ്ണമായും നിന്റെ ഭർത്താവെന്ന പദവി കൈവരിക്കുമ്പോൾ മാത്രം ഉത്തമ ഭാര്യ എന്ന നിലപാടെടുക്കാം. അല്ലാത്ത പക്ഷം അവൻ കിങ് ആകുമ്പോൾ നീ ക്വീൻ ആകണം. ഗോട്ട് ഇറ്റ്? അല്പം കടുപ്പിച്ച് പറയുമ്പോൾ ഇത്തവണ ജാനുവിൽ അത് സന്തോഷം നിറച്ചു. നിറഞ്ഞ ചിരിയോടെ അവൾ തലയാട്ടി. ഒറ്റക്കല്ലെന്ന് എപ്പോഴും ഓർക്കുക, ആരില്ലേലും ഞാനുണ്ട് കൂടെ. അപ്പം ഇനി കുറച്ചു നാൾ ഞങ്ങളുടെ രാവണൻ ജാനകിയുടെ കളി കാണട്ടെ. റെഡിയല്ലേ? കുസൃതിയോടെ ചിത്രാമ്മ ചോദിച്ചപ്പോൾ പൊട്ടിച്ചിരിയോട് ജാനു അവരെ ചുറ്റിപ്പിടിച്ചു. കനലെരിഞ്ഞ മനസ്സിൽ മഞ്ഞു വീണ പോലെ തോന്നി അവൾക്ക്. അപ്പോൾ ഇനി എൻ്റെ രാവണൻ, ഈ ജാനകിയുടെ രാവണൻ കുറച്ച് കഷ്ടപ്പെടും.